കമന്റൊക്കെ കണ്ടു അഭിനയിച്ചിട്ട് പോകുന്നൊക്കെ. ബട്ട് അപ്പൊ ഒരു ഫ്രോഡാണെന്ന് വിചാരിച്ചു. അത് ഇനിയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് വേണ്ടി മനസ്സിലായതാണ്. അതെന്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. ചെടിയും നട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പൂവും പോയി എല്ലാം ഇതാക്കിയിട്ട് എനിക്ക് അവൻ തന്നെ കിട്ടിയല്ലോ. ഒരു കുഴപ്പമില്ല. നിന്റെ ഉമ്മർ തന്നെ അവൻ 2 പ്രാവശ്യം ഒരു പെണ്ണിനെ റൂമിൽ കയറ്റിയിട്ടില്ലേ? 12ാം വയസ്സിൽ അമയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വിഷ്ണു എന്ന് പറയുന്നവനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമം തോന്നുകയും അവനെ പോയി പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ അസ്ഥിക്ക് പിടിച്ച പ്രേമം മുന്നോട്ട് പോകുന്ന സമയത്ത് അമ്മ ഇത് കൈയോടെ പിടിക്കുകയും വഴക്ക് പറയുകയും ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഈ വിഷ്ണു എന്ന് പറയുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവർ വിചാരിച്ചു, കാരണം ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണെന്ന്. വിദ്യാഭ്യാസം ഇല്ല, നല്ലൊരു ജോലി ഇല്ല, പക്ഷെ ഇറങ്ങിപ്പോയി. എന്നാൽ ലീഗലായിട്ട് മാരേജ് കഴിക്കാനുള്ള പ്രായം ഉണ്ടായിരുന്നോ? അതും ഇല്ല. അതുകൊണ്ട് കല്യാണവും കഴിച്ചിട്ടില്ല. രണ്ടും കൂടെ ജോലിക്കൊന്നും പോവാതെ വീട്ടുകാരുടെ ചെലവില് തിന്നു മുടിച്ച് ജീവിക്കുന്ന സമയത്താണ് ഇവരുടെ ലൈഫിലോട്ട് മൂന്നാമന്റെ എൻട്രി വരുന്നത്. അതായത് ഈ വിഷ്ണുവിന്റെ ഒരു ഫ്രണ്ട് അബിയെ കണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് അമയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അബി എന്ന് പറയുന്ന വ്യക്തിയോട് അടുത്ത അസ്ഥിക്ക് പിടിച്ച പ്രേമം തോന്നുകയും വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി കള്ളാണ്, കഞ്ചാവാണ്, പെണ്ണുപിടിയനാണ്, ജോലിക്ക് പോകത്തില്ല എന്നും പറഞ്ഞ് കുറെ കുറ്റവും പറഞ്ഞ് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇറങ്ങിപ്പോയവന്റെ കൂടെ ജീവിച്ചോ? ഇല്ല. അതേ വീണ്ടും അബി ഒരു ഫ്രോഡാണെന്നും പറഞ്ഞിട്ട് പഴയ ആളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നേ. എന്നാ ആ വന്ന സമയത്ത് ഒരിക്കലും ഒളിച്ചോടി പോയവള് വീണ്ടും ഇറങ്ങിപ്പോവും എന്ന ബോധമില്ലാത്ത വിഷ്ണു എന്ന് പറയുന്നവൻ വീണ്ടും 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. എന്താല്ലേ, ആ സമയത്ത് ഇവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം. കേൾപ്പിച്ചുതരാം. അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും. അവളും അവനെ കൂടിയിട്ട് ആ കൂട്ടുകാരന്റെ കൂടെയാണ് ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിപ്പോയത്. അതൊക്കെ കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞ്, ഇപ്പൊ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആരാ? അമയ. കേൾപ്പിച്ചുതരാം. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോകുന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് എന്താ? അയ്യോ, വിഷമായി പോയില്ലേ? ആദ്യം അടുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി, എന്നിട്ട് അവൻ കള്ളും കഞ്ചാവാണെന്ന് പറഞ്ഞ് അടുത്തവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ അവനും ഫ്രോഡ്. കൊള്ളാലോ ഇത്. എല്ലാ ഫ്രോഡുകളെയും മാത്രം തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കയറി പ്രേമിക്കുന്ന ഒരു പെങ്കൊച്ച്. പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് വേണ്ടി മനസ്സിലായതാണ്. എന്തുവാടാ അബി നീ കാണിച്ചേ? പണിക്കും പോവാതെ വീട്ടുകാരെ കൊണ്ടുവരുന്ന പൈസയില് തിന്നു മുടിച്ച് ജീവിച്ച 2 എണ്ണത്തിനെ പിരിക്കാവോ? എന്ത് പണിയാ നീ കാണിച്ചേ? എന്ത് വിവരക്കേടാ നീ കാണിച്ചേ? അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യങ്ങളെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. സ്വാഭാവികം അങ്ങനെ വരത്തുള്ളൂ. ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണേലും കുറച്ചെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ആണോ ഷോ എന്നും പറഞ്ഞ ആ വഴിക്ക് പൊക്കോളും. എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്ന് ഇന്നും കാരണം ഞാനും വിഷ്ണുവിടെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഒരു ദിവസം വന്നിട്ട് പറയും വിഷ്ണു ഒരു ഫ്രോഡായിരുന്നു, മറ്റേതാണ് മറിച്ചതാണ്, ഞാൻ ഇവന്റെ കൂടെ പോകുന്നു. അവന്റെ കൂടെ പോയി ഒരു 2 മാസം കഴിഞ്ഞിട്ട് പറയും ഇവൻ ഫ്രോഡാണ് ഗൈസ്, ഞാൻ പഴയവന്റെ കൂടെ തന്നെ പോകുന്നു. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ഈ പ്രശ്നത്തിന് വേറൊരു പേരാ പറയേണ്ടത്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മാത്രം ഞാൻ അടക്കി വെക്കുന്നു. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഇവൻ ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്.
എത്ര നാളത്തേക്കാണോ എന്തോ. ഇനിയിപ്പം വല്ല ഫാമിലി നാടകം കാണിച്ച് വല്ല വീടോ കാറോ എന്തേലും മേടിക്കാനുള്ള നാടകമായിരുന്നു ഇത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ കേട്ടോ. ചില ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് ഗൈസ് എന്നും പറഞ്ഞ് തല്ലിപ്പിരിയും, എന്നിട്ട് വേറെ വേറെ ചാനൽ തുടങ്ങും, എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി കാറും വീടും മറ്റേതും മറിച്ചതും ഒക്കെ മേടിക്കും. അങ്ങനെ വല്ലതും ആണെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. കഷ്ടം. എന്നാലും വിഷ്ണു ചേട്ടായിയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി എത്ര നാളാണെന്നുള്ളതും കൂടെ കണ്ടറിയാം അല്ലേ. ശരി എന്നാ, ഇനിയെങ്കിലും മര്യാദക്ക് ഒന്ന് ജീവിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പം അബിക്ക് പകരം വേറെ വല്ലതും വരുമ്പോ വീണ്ടും പഴയ പോലെ ഈ ചേട്ടൻ കൊള്ളില്ല ഗൈസ്, ഞാൻ ഇവന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങി പോവരുത്. ശരി.